ഈ യൂട്യൂബർമാർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു യൂട്യൂബർ പാകിസ്ഥാനിൽ പോയ കഥയെല്ലാം നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബർ മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബർമാർക്കുള്ള ഒരു പ്രത്യേകത, എവിടെയും അവർക്ക് കയറി ചെല്ലാം, ആരുടെ അടുത്തും എത്താം, അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. അത് പക്ഷേ മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെ കാണാം അതിനെ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് അത് പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. മിക്കവാറും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും മീഡിയയും ഒക്കെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടായ പോസിറ്റീവായ സംഗതി മീഡിയയിലെ ഈ ജന്മിത്വം അവസാനിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ജനാധിപത്യപരമായ ഓരോ മനുഷ്യനും ആവിഷ്കാര സ്വാതന്ത്ര്യം കിട്ടുന്നു. എല്ലാവരും പബ്ലിഷേഴ്സായിട്ട് മാറുന്നു, എല്ലാവരും എഡിറ്റർമാരാകുന്നു, എല്ലാവരും മീഡിയ പേഴ്സൺ ആകുന്നു. അങ്ങനെ ഒരു സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നൊരു സാധനം ശക്തിപ്പെട്ടു. അപ്പം മീഡിയ ആ അർത്ഥത്തിൽ സോഷ്യൽ മീഡിയ പുതിയ കാലത്തെ മാറ്റിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവല്യൂഷൻ തന്നെയാണ്. അത് വിപ്ലവാത്മകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മനുഷ്യൻ്റെ പുരോഗതിയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ലോകത്തിലെ എല്ലാ പുരോഗതികളുടെയും കൂടെ വരുന്ന മനുഷ്യവിരുദ്ധമായ മാറ്റങ്ങളുണ്ടാവും. എല്ലാ പുരോഗതിയെയും, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന എല്ലാ പുരോഗതിയെയും മനുഷ്യവിരുദ്ധമാക്കി മാറ്റുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ അധ്വാനം കുറച്ചിട്ട് പാറ പൊട്ടിക്കാൻ മനുഷ്യനെ സഹായിക്കാനുള്ള ഡൈനാമിറ്റാണ് പിന്നെ മനുഷ്യൻ്റെ നെഞ്ചത്ത് പൊട്ടിക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള എല്ലാം അണുശക്തി എന്തെല്ലാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. ഐൻസ്റ്റീൻ തന്നെ സങ്കടപ്പെട്ടു അവസാന കാലത്ത്, ഈ കണ്ടുപിടുത്തം വേണ്ടിയിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലും. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയക്കാരെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒരു പ്രൊഫഷനായി സ്വീകരിച്ച ആളുകളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പറയാൻ. പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പലപ്പോഴും മുഖ്യധാര മൂടിവെക്കുന്നതും ഭരണകൂടത്തിൻ്റെ കെടുതികളും നിരന്തരമായ പഠനങ്ങളൊക്കെ നടത്തുന്ന കുറച്ച് പേരുണ്ട്. അവരെ നമ്മൾ ആദരിക്കുമ്പോൾ തന്നെ അവരുടെ മുഴുവൻ പേരും ദുഷ്പേരാക്കി മാറ്റുന്ന ശക്തികൾ ഇതിനകത്തുണ്ട്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്, ബിനു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളത്തിൽ ആദ്യമായി ഈ ചാരിറ്റി മാഫിയ കൊണ്ടുവന്നത് യൂട്യൂബേഴ്സാണ്. ചാരിറ്റി മാഫിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 5 പൈസയുടെ വരുമാനമില്ലാത്ത ഒരാൾ ഭൂമിയിൽ ഏതെങ്കിലും കഷ്ടപ്പെടുന്ന ഒരു രോഗിയെ, ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണീര് ഒപ്പിയെടുത്തിട്ട് അയാൾ ആ കണ്ണീര് ലോകം മുഴുവൻ എത്തിക്കുന്നു. എന്നിട്ട് അവന് കൂടി നിയന്ത്രണമുള്ള ഒരു അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്നു. എന്നിട്ട് അവർ തമ്മിൽ സ്വകാര്യമായി ഉണ്ടാക്കുന്ന ധാരണ വെച്ച് അതിൻ്റെ ഒരു ചെറിയ പങ്ക് ചികിത്സ, പലപ്പോഴും ആവശ്യമുള്ള ടാർഗറ്റിനേക്കാൾ കൂടുതൽ കാശ് വരും. കാരണം ആരൊക്കെ അയച്ചു എന്ന് അയക്കുന്നവൻ അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ആവശ്യമുള്ളതിന് പലപ്പോഴും കോടികൾ വരും. എന്നിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് 10 ലക്ഷം തരേണ്ടതുള്ളൂ, ബാക്കി ഉള്ളത് തട്ടിയെടുക്കുന്നവർ. ഇവർക്ക് ഇതിൻ്റെ ഒരു അങ്ങനെ കോടീശ്വരന്മാരായ ഒരുപാട് പേരെ നമ്മൾ കാണുന്നു. ആണും പെണ്ണുമായി, സ്ത്രീകൾ ഇതിലൊട്ടും മോശമല്ല, വലിയ തോതിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ വോള്യം വ്യത്യാസം ഉണ്ടാവാം. വേറൊരു കാര്യം, അത്തരക്കാർക്ക് അവരെ ഈ നന്മ മരങ്ങൾ എന്നൊക്കെ വിളിച്ച് രാഷ്ട്രീയക്കാർ കൊണ്ടാടുന്നു, അവർക്ക് സീറ്റ് കൊടുക്കുന്നു, സ്ഥാനാർത്ഥിയാക്കുന്നു. ഇപ്പൊ എന്റെ നാട്ടില് തവനൂരിൽ KT ജലീലിനെതിരെ വന്ന സ്ഥാനാർത്ഥി ഓർമ്മയില്ലേ? ഫിറോസ് കുന്നുംപറമ്പിൽ. അതൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇവൻ എന്താണ് ജീവിതത്തിൽ ആസ്തി? ഇവിടുന്ന് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഏതെങ്കിലും വ്യവസായമോ ബിസിനസ്സോ ഇവൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇവന്റെ ഏർപ്പാട് ഇതാണ്, സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ആദ്യം തുടങ്ങിയ ക്രിമിനൽ കുറ്റം, എനിക്ക് തോന്നുന്നു ആദ്യമായി പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട യൂട്യൂബർമാരുടെ, ഇൻഫ്ലുവൻസർമാരുടെ ക്രിമിനൽ കുറ്റം ഈ ചാരിറ്റി മാഫിയയാണ്. ചാരിറ്റി എന്ന് പറയുന്ന എന്തായാലും പറയുക, ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന വലിയ ചൂഷണം. വലിയ ചൂഷണം ഒന്ന്. ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്, അതിനുശേഷം വന്ന കേസ് ജ്യോതി മൽഹോത്രയുടെ കേസാണ്. അതിന് മുമ്പും ഉണ്ട് പലരും. ഇത്തരം ഇവർക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, ഇവർ ട്രാവലേഴ്സാണ്, ഇവർ യൂട്യൂബേഴ്സാണ്, ഇവർ ഭയങ്കര ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ താരമൂല്യത്തോടെ ആളുകൾ വന്നുകൂടും, അവരുടെ കൂടെ സെൽഫി എടുക്കും, എന്നിട്ട് അത് എല്ലാവരും സ്റ്റാറ്റസ് വെക്കും. അപ്പൊ ഇവര് ഒരു വലിയ ഇൻഫ്ലുവൻസർ. മാത്രമല്ല, ഇവരുടെ ഒരു അപകടം എന്ന് പറയുന്നത്, ഈ ചില യൂട്യൂബർമാർ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി പീഡന കേസൊക്കെ കൊടുക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും അത് ഇത്തരത്തിൽ ഒരു പുരുഷൻ ബസ്സിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു, അത് വലിയ വാർത്തയാകുന്നു. അതിനുശേഷം ഇവരുടെ റീച്ച് കൂടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇവർ യൂട്യൂബർ ആണെന്ന് അറിയുന്നത്. അത് പലരും, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു
ലോറിയിൽ ഒരു ലോറിയോടുകൂടി പോയ ഒരു അർജുൻ അല്ലേ, അർജുന്റെ ആ ലോറി മുതലാളിയും ഇപ്പൊ യൂട്യൂബ് വലിയ രീതിയിൽ പോകുന്നുണ്ട്, യൂട്യൂബ് ചാനലിലൂടെ അതിന്റെ മുതലാളി. അപ്പൊ അതെല്ലാം ഒരു പലരും ദുരന്തത്തെ ഇത്തരത്തിൽ കാണുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതെ അതെ, ഈ ദുരന്ത വിനോദം എന്ന് പറയില്ലേ, ഈ ദുരന്ത പ്രദേശങ്ങൾ പോയി സന്ദർശിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു സാധനമായിട്ട് വേണം ദുരന്തത്തെ എങ്ങനെയാണ് കച്ചവടമാക്കി മാറ്റുക. ഈ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനാഫ് എന്ന് പറഞ്ഞ ലോറി, മനാഫിന്റെ. അപ്പോ അത് കറക്റ്റാണ്. അപ്പൊ അത്തരം അതിന്റെ ഒരു ഒടുവിലത്തെ പരമ്പരയിൽ ഇപ്പോ ജ്യോതി മൽഹോത്രയുടെ കേസ് പല ഭാഗത്തു നിന്ന് കാണാം, നമുക്ക് സംശയത്തോടെ കാണാം. എന്തായാലും ഒരു ചാരപ്പണി എടുക്കാൻ പോലും ഇവർക്ക് സാധ്യമാണ്. ജ്യോതി മൽഹോത്രയ്ക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, അവർ പാകിസ്ഥാനിൽ പോകുന്നു, അവർ ചൈനയിൽ പോകുന്നു, അവർ ഇന്ത്യ മുഴുവൻ നടക്കുന്നു. അവരെ ഔദ്യോഗികമായി തന്നെ സർക്കാരുകൾ അതിഥികളായിട്ട് വിളിക്കുന്നു. കാരണം ഇവരുടെ സ്വാധീനം അത്രയേറെ ഉണ്ട്. ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ട് ഇവിടുത്തെ കായലിനെ കുറിച്ചും ബോട്ടിങ്ങിനെ കുറിച്ചും മെട്രോ ഈ വാട്ടർ മെട്രോയെ കുറിച്ചൊക്കെ ഒരു സാധനം അവരിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ എത്തും. അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഇത് ചാരപ്പണിക്ക് കൂടി ഉപയോഗിക്കുന്നു എന്നാണല്ലോ ജ്യോതി മൽഹോത്രയെ കുറിച്ച് വന്ന ആക്ഷേപം. ആക്ഷേപത്തിന്റെ ചരിത്തെറ്റുകൾ പിന്നീട് പരിശോധിക്കാം. അതിന്റെ ഒടുവിലത്തെ ഒരു കേസാണ് ഇപ്പൊ ഇന്നലെ മിന്നു മുംതാസ് എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ, ഒരു നിലവാരമുള്ള ബ്ലോഗിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ഓരോന്നിനും അതിന്റെ നിലവാരത്തിലുള്ള വ്യൂവേഴ്സ് കാണുമല്ലോ, വ്യൂവർഷിപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ അവർ ആ ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ മിന്നു മുംതാസ് കോഴിക്കോട്ടുകാരിയാണ്. അവര് ഒരു യാസർ അറഫാത്ത് അവളുടെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പണി എന്താന്ന് വെച്ചാൽ ഇവര് ആളുകളുടെ മുമ്പിൽ ഇവർ ഇൻഫ്ലുവൻസേഴ്സാണ്, ഇവർ യൂട്യൂബേഴ്സാണ്. പക്ഷേ ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് അവർ സമർത്ഥമായി മിന്നു മുംതാസ് എന്ന യൂട്യൂബറുടെ പേരിൽ എവിടെ വേണമെങ്കിലും ഫ്ലാറ്റ് എടുക്കാം, ആ ഫ്ലാറ്റിൽ ആർക്കും വരാം, ഷൂട്ട് ചെയ്യാനാവാം. അപ്പോൾ അത് സംശയിക്കാൻ പാടില്ല. ഇനി സംശയിച്ചാൽ തന്നെ പേടിക്കും. ആരാണ് ഇവിടെ വന്നത് ചോദിക്കാൻ പോലീസോ അല്ലെങ്കിൽ ആ ഫ്ലാറ്റിന്റെ ഉടമസ്ഥരോ തയ്യാറാവില്ല, ആരും തയ്യാറാവില്ല. കാരണം എന്താ വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ ഇത് യൂട്യൂബിൽ വരും എന്നതുകൊണ്ട് പേടിക്കുവാണ്. അപ്പോൾ അവര് മയക്കുമരുന്ന് കച്ചവടം. ഒന്ന് ആലോചിച്ച് നോക്കും, മിന്നു മുംതാസ്, യാസർ അറഫാത്ത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ ചിരി വന്നു. കാരണം എത്ര മനോഹരമായ പേരുകളാണ്. യാസർ അറഫാത്ത് ലോകത്തിലെ സമാധാനത്തിന്റെ ഒലീവ് ചില്ലയുമായി മരണം വരെ ജീവിച്ചൊരു മനുഷ്യന്റെ പേരാണ്. അമ്മാതിരി പേരുകളൊക്കെ വെച്ച് തന്നെ വേണം ഇമാതിരി വൃത്തികേടുകൾ കാണിക്കാൻ. അതുപോലെ മുംതാസ് മഹലിന്റെ പേര് മനുഷ്യന്റെ മനസ്സിൽ സൗന്ദര്യബോധമുള്ള കാലത്തോളം ഓർക്കുന്ന ഒരു പേരല്ലേ. ഈ എന്താ പറയുക, പ്രണയത്തിന്റെ ദുരന്ത നായിക എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. അപ്പൊ ഈ നല്ല പേരുകളൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. ഈ സമയത്ത് വലിയ ജാഗ്രത നമ്മുടെ നിയമപാലകരുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ട്. ഈ ബ്ലോഗർമാരാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവര് കുറച്ച് സ്വാധീനം, ബ്ലോഗറായി തീരാൻ എളുപ്പമാണ്. അതിപ്പോ നിലവാരമുള്ള ബ്ലോഗർമാർ അല്ലെങ്കിൽ ഗൗരവമായി ഈ മേഖലയെ കാണുന്നവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഏണിംഗ് കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്, എളുപ്പമല്ല. അവർ സ്ട്രൈവ് ചെയ്യാണ്, കഷ്ടപ്പെടുകയാണ് പിടിച്ചു നിൽക്കാൻ. പല മാധ്യമങ്ങളും അങ്ങനെയാണ്. പക്ഷേ അതേ സമയത്ത് ഇവർക്ക് എളുപ്പമുണ്ട്. ഉടുമുണ്ട അഴിച്ചാൽ വേഗം വ്യൂവർഷിപ്പ് കൂടുന്നു പറയുന്ന പോലെയാണ്. തെറി പറഞ്ഞാൽ വ്യൂവർഷിപ്പ് കൂടും. ഓർമ്മയില്ലേ നമ്മള് നല്ല ബ്ലോഗേഴ്സ് ആലോചിച്ച് നോക്കൂ. എന്റെ നാട്ടിൽ തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ ഓർമ്മയില്ലേ, ഇടയ്ക്ക് പിടിച്ചു. അവന് ഭ്രാന്താണെന്നേ ബേസിക്കലി. അപ്പൊ അങ്ങനെ ഒരാള് ഇപ്പൊ വേടൻ വലിയ ഹിറ്റാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ, വേടൻ തന്നെയല്ലേ പരസ്യമായിട്ട് ഇവന്റെ ഇപ്പൊ കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും അംബാസഡർ ആയിട്ട് വർക്ക് ചെയ്തില്ലേ വേടൻ. ഞാൻ കള്ളും കഞ്ചാവുമാണ് എന്റെ ബലം എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് ഞാൻ ഇനി അത് ചെയ്യൂല എന്നൊക്കെയാണ്. അപ്പൊ ചെയ്ത കുറ്റത്തിന് ശിക്ഷ കൊടുത്തിട്ട് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്രിമിനൽ കുറ്റവാളികളുടെ ഒരു സമർത്ഥമായ മറയായി യൂട്യൂബുകൾ മാറുന്നുണ്ട്. അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ ആരാധിക്കുന്നതിന് പകരം നമ്മുടെ നിയമപാലകന്മാർ അല്പം സംശയത്തോടെ നിരീക്ഷിക്കേണ്ട സമയമായി, സൂക്ഷ്മമായി അവരെ പിന്തുടരേണ്ടതുണ്ട്. മാത്രമല്ല യൂട്യൂബേഴ്സിനെ ഏത് സമയത്തും പോയി സെർച്ച് ചെയ്യാനും അവരുടെ ആവാസ സ്ഥലങ്ങളിൽ ചെന്ന് പരിശോധനകൾ നടത്താനും പ്രത്യേകമായൊരു സ്ക്വാഡ് തന്നെ കേരളത്തിലെങ്കിലും അടിയന്തരമായി നിർമ്മിക്കേണ്ട SIT എന്ന് പറയില്ലേ, നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ SIT ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇവരെ മാത്രം കൈകാര്യം ചെയ്യാൻ സൈബർ സെല്ല് പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൃത്യമായി ഫോളോ ചെയ്ത് സെർച്ച് നടത്തി, റെയ്ഡ് നടത്തി പിടികൂടാൻ ആവശ്യമായ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ആവശ്യമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കാഴ്ചകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. വേണ്ടപ്പെട്ടവർ ശ്രദ്ധിച്ചാൽ അവർക്ക് മാത്രമല്ല നാടിനും നന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.